Welcome to my vlog everyone. This is Vietnam part 2. So let's get into the video. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. For breakfast I had this sausage, some fruits, a muffin and toast with green tea. Yay! This is the view from our room. ഇവിടെ സീ ഒക്കെ കണ്ട് ഒരു കോഫിയൊക്കെ കൂടെ കുടിച്ച് നമ്മൾ റെഡിയായി ഇറങ്ങാൻ പോവാണ്. Hi everyone! So today we are heading to Ba Hills. This is our second day in Vietnam. നമുക്ക് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ നല്ല സ്റ്റേ ആണ്, ഗുഡ് ഫുഡൊക്കെ നമ്മൾ സ്ട്രീറ്റ് ഫുഡാണ് അധികം എക്സ്പ്ലോർ ചെയ്തത്. ഹോട്ടലിൽ ഫുഡ് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. ആൻഡ് നല്ല നൈറ്റ് ഒരു സ്പാ എടുത്തായിരുന്നു, ഒരു ഹെഡ് സ്പായും ഫുഡ് മസാജ് ഞാനും ചേച്ചിയായിട്ടുണ്ടായിരുന്നു. സോ റിലാക്സിങ് ആൻഡ് സൂത്തിങ്. ഹായ്. ഇനി നമുക്ക് പ്ലാന് ബാന ഹിൽസും പിന്നെ അടുത്തൊരു ക്യൂട്ട് കഫേ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. സോ പ്രത്യേകിച്ച് വേറെ പ്ലാനൊന്നുമില്ല, ജസ്റ്റ് ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനാണ് വിചാരിക്കുന്നത്. നമ്മുടെ ലഗേജ് എല്ലാം നമ്മൾ അടുത്ത് പോർട്ട് വെച്ച് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ബാഗ്സ് എല്ലാം നമ്മൾ അവിടെ സേഫായിട്ട് കീപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സോ തിരിച്ചിവിടെ വരണം, എന്നിട്ട് സ്കൂട്ടർ ഇവിടെ റിട്ടേൺ കൊടുക്കണം, എന്നിട്ട് ബാഗ്സ് എടുത്തിട്ട് പോവുക ചെയ്യാം. 30,000 രൂപേൻ്റെ വെള്ള. വിയറ്റ്നാമിന്റെ സദേൺ പാർട്ടായ ദാനാങ്ങും ഹൊയാനുമാണ് നമ്മൾ ഈ ഫസ്റ്റ് 2 ഡേയ്സിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ആൻഡ് ഇവിടുന്ന് നമ്മൾ വേറൊരു പാർട്ടിലോട്ട് പോകണം. ഈവൻ സെൻട്രൽ ആയിരുന്നാലും നോർത്തേൺ പാർട്ടായിരുന്നാലും. ഇവിടുന്ന് നമ്മളിനി വേറൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ഒരു 16 hours ഒക്കെയാണ് ട്രാവൽ വരുന്നത്. സോ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ആൻഡ് ഫ്ലൈറ്റ് ചാർജസ് എന്ന് പറയുന്നത് അങ്ങനെ ഒത്തിരി ഒന്നും വരുന്നില്ല. 2 PM മുന്നേ തന്നെ നമ്മളിവിടെ വണ്ടി റിട്ടേൺ ചെയ്യണം. ഇവിടെ ഒരു കുട്ടി വിയറ്റ്നാമീസിന്റെ ക്യാപ്പൊക്കെ വെച്ച് നിൽപ്പുണ്ട്, കണ്ടോ? നമ്മളിവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേ കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തു, അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഹെൽമെറ്റ് വെച്ച് എല്ലാവരുടെ മുടി ചപ്പിപ്പോയി. നമ്മള് ഒരു അടിപൊളി കഫേ നിൽക്കാണ്. ഈ കഫയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിന്റെ എൻട്രൻസ് ആയിരുന്നാലും ഉള്ളിലോട്ട് വരുമ്പോഴായിരുന്നാലും ഇവിടെ ഒരുപാട് പേര് ഫാമിലി ടൈം വന്ന് സ്പെൻഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഫിഷ് തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇത് മാത്രം കണ്ടിരിക്കാൻ ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ടായിരുന്നു. ബ്രദർ എനിക്ക് ഷെയർ ചെയ്ത ഒരു റീല് കണ്ടിട്ടാണ് ഞാൻ ഈ കഫേയിലോട്ട് പോകാൻ കാരണം. ഇത് വിസിറ്റ് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയേനെ. എന്ത് ഭംഗിയാണെന്നറിയാമോ, ഈ കോൾ ഫിഷ് മാത്രം നമ്മളിവിടെ കണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്. കുഞ്ഞു സ്റ്റൂളാണ്, ഹൈറ്റ് ഉള്ളത് വെച്ചാൽ മീനാളെ ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് നല്ല പിക്ചേഴ്സ് ഒക്കെ കിട്ടിയായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട് എടുത്തതാണ്. എന്ത് രസമാണെന്നറിയോ? If anybody is planning to come to Vietnam, I highly recommend this cafe. എല്ലാ ഷോപ്പിലും ഫുഡ് കഴിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും അവരെ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലത്തെ ചെറിയ സ്റ്റൂളുകളാണ്.
നിങ്ങൾക്ക് കാണാമായിരിക്കും ചുറ്റുമൊട്ടിക്കുന്ന സ്റ്റൂൾസ് ഒക്കെ വളരെ ചെറുതാണ്. ഇതിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഒത്തിരി താഴ്ന്നിരിക്കുന്ന ഒരു ഫീലുണ്ട്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇത് ഇഷ്ടപ്പെടുന്നതെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഇത് എനിക്കൊരു കൗതുകം തോന്നിയ കാര്യം തന്നെ. ഞാൻ ഈ കോക്കനട്ട് മിൽക്ക് കോഫിയും പിന്നെ കോക്കനട്ട് അൽമണ്ട് കേക്കും ആണ് ട്രൈ ചെയ്തത്. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് വീണ്ടും കിട്ടുകയാണെങ്കിൽ വീണ്ടും വാങ്ങി കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും വിയറ്റ്നാമിൽ വരുമ്പോൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ഈ കോക്കനട്ട് മിൽക്ക് കോഫി ആൻഡ് ദിസ് കേക്ക്. എവിടെ പോയാലും ലിപ്സ്റ്റിക് മുഖ്യം. ലിപ്സ്റ്റിക് ഇല്ലാതെ പുറത്തു പോകാത്ത ചങ്ക് മെൻഷൻ എന്നെ മെൻഷൻ ചെയ്യാം. എന്തായാലും ബ്രൗൺ സ്കിന്നില് സണ്ണടിക്കുമ്പോൾ എന്താ രസം. നമ്മുടെ സ്കിന്ന് തിളങ്ങുന്ന പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ പിന്നെ മേക്കപ്പ് ഉണ്ട്, എന്നാലും നല്ല രസമാണ്. ഈ ഹോൾ വിയറ്റ്നാം ജേർണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഈ ഫൺ പാർട്ട് എന്ന് പറയുന്നത് ഈ സ്കൂട്ടി ഡ്രൈവ് തന്നെയാണ് കേട്ടോ. This was the best part of Vietnam, guys. You must visit. സൈഡ് കാണുന്ന ഈ യെല്ലോ ഡ്രാഗൺ ദനാങ് സിറ്റിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് അട്രാക്ഷൻസ് ആണ്. നിങ്ങൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ ദേ ഹാവ് എ നൈറ്റ് ഷോ ഓഫ് ദിസ് ഡ്രാഗൺ. ഇത് തീ തുപ്പുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ദി ഷോ ടൈം ഈസ് ബിറ്റ്വീൻ 9 to 10 PM. സോ നിങ്ങളത് മിസ്സാക്കണ്ട കേട്ടോ. ആൻഡ് നൗ വി ആർ ഹെഡിങ് ടു ബാന ഹിൽസ്. We took a cab from our hotel to Bana Hills. We checked out of rooms and took our petty and സർവ്വസാധാരണ സാമഗ്രികൾ so that നമുക്ക് ഇവിടെ നിന്ന് നേരെ ബാന ഹിൽസ് എക്സ്പ്ലോർ ആക്കിയിട്ട് അടുത്ത ഫ്ലൈറ്റ് പിടിക്കാം. നമ്മുടെ ടാക്സി വഴി ടിക്കറ്റ് കൗണ്ടർ വരെ ഗൈഡ് ചെയ്യാന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ടുപോവാണ് ടിക്കറ്റ് കൗണ്ടറിലോട്ട്. ഫോർ യുവർ ഇൻഫർമേഷൻ, നമ്മുടെ 2 വീലേഴ്സ് ഒക്കെ റിട്ടേൺ ചെയ്തപ്പോൾ ഒരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല കേട്ടോ. ശരിക്കും ബാന ഹിൽസ് വെറും ബാന ഹിൽസ് അല്ല, സൺവേൾഡ് ബാന ഹിൽസ് ആണ്. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് സൺവേൾഡ് എന്ന്? ടിക്കറ്റ്സ് എടുക്കാൻ പറ്റും. Buffet dinner free, beer free and roller coaster free. No beer, no roller coaster, 1 million. But now 3 million. Different 3 PM. Different just 50. Same $2. But okay. Have a dinner, beer, roller coaster free. When will? ഞാൻ പുറത്ത് ടിക്കറ്റ്സിന്റെ വേറൊരു കൗണ്ടറിലുണ്ടായിരുന്നു. ഇത് നമ്മളൊരു ഏജൻസിയുടെ ഇതിലാണ് കയറിയത്. പുള്ളിക്കാരൻ നമ്മൾ അങ്ങോട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ ഇതിപ്പോ പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ചാൽ റോളർ കോസ്റ്റർ, ഫുഡ്, പിന്നെ മേലെ ആ റൈഡില്ലേ കേബിൾ കാർ റൈഡ്. നമ്മൾ 4 പേരുടെയും ടിക്കറ്റ് കളക്ട് ചെയ്ത് അവർ നമുക്കൊരു മാപ്പ് തന്നു. അതും കളക്ട് ചെയ്ത് നമ്മൾ ഹോൾ സൺവേൾഡ് ബാന ഹിൽസിന്റെ ഒരു മിനിയേച്ചർ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. എന്താ അല്ല, ഇവർ ഇത്രയും കുന്നിന്റെ മേലെ പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. ആൻഡ് ഇതാണ് നമുക്ക് തന്ന മാപ്പ് കേട്ടോ. സോ ഇവിടുന്ന് നമ്മൾ എക്സ്കലേറ്റർ എടുത്ത് പോവാണ്. ഓൺ ദ വേ ഇവർ നമ്മുടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ചെയ്തിരുന്നു. ഇനി അങ്ങോട്ടുള്ള ഫുഡും വേറെ എല്ലാ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ഈ കേബിൾ കാറിൽ കയറുമ്പോൾ തന്നെ
ഡോറിന് ഫ്രണ്ടിലായിട്ട് കുറച്ച് സേഫ്റ്റി ഗൈഡ്ലൈൻസ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇവർ ഡോർ ഓപ്പൺ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ വെളിയിൽ നിന്നുള്ള ഫുഡൊന്നും കൊണ്ട് അകത്തോട്ട് കയറരുതെന്ന് പറയുന്നുണ്ട്. ബട്ട് ഡോർ ഇവർ ഓപ്പൺ ചെയ്യരുതെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു മേലെ ഒരു ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് അവർ തന്നെ ഇട്ടിട്ടുണ്ട് വെന്റിലേഷന് വേണ്ടിയിട്ട്. ആൻഡ് റബ്ബർ സ്റ്റേഷൻ നമുക്ക് ഇതുവരെ മേലെ കേബിൾ കാർ സെറ്റ് ആക്കി Baila conmigo bajo la luna, el ritmo calienta, siente la fortuna de sol y fuego, pasión en la arena, tu movimiento es pura candela, fuego, fuego. നിങ്ങൾ എല്ലാവരും നിൽക്കല്ലേ ഞാൻ നോക്കും പൊട്ടിയിരുന്നു തകർന്നു ഇതൊന്നും പറയാതെ നേരെ പാറയിലോട്ടാ മറ്റേതുപോലെ കൊമ്പിച്ചിലൊക്കെ കുടുങ്ങി നിൽക്കുന്ന പോലെ മഴക്കാലത്ത് രസമായിരിക്കില്ലേ വെള്ളം പോയിട്ട് പാർക്ക് മിക്സായി. Heat of the summer, letting it go, from the player to the disco lights, we keep it moving all through the night. ഇതാണ് ബാന ഹിൽസിലെ ഹാൻഡ് ബ്രിഡ്ജ്. ഞാൻ ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് എക്സ്പെക്ട് ചെയ്താണ് വന്നത്. പക്ഷേ എന്നെ സർപ്രൈസ് ചെയ്യിപ്പിച്ചത് ഇതിന്റെ ജസ്റ്റ് ഒരേ ഒരു പാർട്ട് മാത്രമാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ഒരു ദിവസം മൊത്തം നിന്ന് കണ്ടാലും തീരില്ല. ആൻഡ് വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഒരു കേബിൾ കാർ എടുത്തിട്ട് തൊട്ടപ്പുറത്തോട്ട് പോവാണ്. ഇതൊരു ഹില്ലിന്റെ മേലെ ഇവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാസിൽ പോലെ നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു ഡിസ്നി വേൾഡ് ആണ്, ഒരു മിനി ഡിസ്നി വേൾഡ് അവർ പണിത് വെച്ചിട്ടുണ്ട്. ഇവര് അതിന്റെ കുന്നിന്റെ മേലെ ഇതൊക്കെ എങ്ങനെ പണിതെന്ന് അറിയില്ല. അതിന്റെ താഴെ തന്നെ വീണ്ടും സ്റ്റിൽ കൺസ്ട്രക്ഷൻ ഗോയിങ് ഓൺ. പുതുതായിട്ട് വേറെ എന്തൊക്കെ ഒരു പണിയാണ്. എനിക്ക് ശരിക്കും ഇത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ഹൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസില് അത് ഈ റോക്സിന്റെ സപ്പോർട്ടിൽ ഇവർ എങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ബിൽഡിങ്സ് കാവ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. ആൻഡ് ഓൾസോ ദിസ് ഡിസ്നി വേൾഡ്, ഓ മൈ ഗോഡ്, ഐ ആം സോ എക്സൈറ്റഡ് ടു സീ ദിസ്. Come on guys, come, let's go inside. Nos lleva al cielo, fuego, fuego en el corazón, fuego, mueve, mueve sin condición, la noche llama. Oh my god guys, this is mini Europe. ഇവിടെ ക്രിസ്മസിന്റെ ലൈറ്റ്സ് ഒന്നും ഇതുവരെ മാറ്റിയിട്ടില്ല. ലുക്ക് അറ്റ് ബിൽഡിങ്സ്, ഓ ഗോഡ്, എന്ത് ഭംഗിയാണ് കാണാൻ. ഒരു ഹോൾ മിനി യൂറോപ്പ് ഒരിടത്ത് എങ്ങനെ കൊണ്ടുവന്നാലിരിക്കും, അതാണിത്. പല പല രാജ്യങ്ങൾ ഒരുമിച്ച് കാണുന്ന സെയിം ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഈ കുന്ന് കയറി മേലെ വന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര തണുപ്പാണ്. ആൻഡ് അവർ ക്ലോത്ത്സ് വെയർ നോട്ട് ദാറ്റ് ഹെൽപ്പിംഗ്. ഇവിടെ 12 to 13 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ആൻഡ് വി വെർ ലൈക്ക് ഫ്രീസിങ്. ബാക്കി എല്ലാവരും ജാക്കറ്റ്സിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ആൻഡ് അത് ഞാൻ പറയും, നിങ്ങളെ നെക്സ്റ്റ് ടൈം വിയറ്റ്നാം പോകാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ചെക്ക്. വെതർ ചെക്ക് ചെയ്യാണ്ട് നിങ്ങൾ പോകരുത്. അതിനനുസരിച്ചുള്ള ക്ലോത്ത്സ് വേണം കൊണ്ടുപോകാൻ. ഇപ്പോൾ നമ്മളെപ്പോലെ ഐറ്റിനറി പ്ലാൻ ചെയ്ത് സെൽഫായിട്ടൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ചെക്ക് ദ വെതർ. സോ നമ്മുടെ ബഫറ്റ് നമ്മുടെ ടിക്കറ്റ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അത് ബിയർ പ്ലാസയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഫ്രഞ്ച് സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന സെയിം ഫീലിംഗ് ആയിരുന്നു. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നല്ല വീഡിയോസ് ഒക്കെ എടുത്തു. നമ്മൾ വന്ന വഴിക്ക് കുറേ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. ബട്ട് 4 PM ആകുമ്പോൾ അവരെല്ലാം ക്ലോസ് ആവും. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് മിസ്സായി. സോ ഇഫ് എനിവൺ ഈസ് പ്ലാനിങ് ടു ഗോ, ഞാൻ പറയും 4 PM മുന്നേ നിങ്ങൾ പ്രിഫറബിളി കേബിൾ കാർ എടുക്കാൻ നോക്കുക. ആൻഡ് ബാന ഹിൽ ഈസ് എ 1 day ഐറ്റിനറി. അവിടെ അത്രയ്ക്കും കാണാനുണ്ട്.
തിരിച്ച് നൈറ്റ് ഇറങ്ങുമ്പോൾ ഈ ലൈറ്റ്സിന് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഐ എം സോ എക്സൈറ്റഡ് ടു സീ ദാറ്റ്. അപ്പോൾ നമുക്ക് ബേ പ്ലാസയിലോട്ട് നടക്കാം. വിയറ്റ്നാമീസിന്റെ ഫുഡിന് തന്നെ പല പല വേരിയന്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. നമുക്ക് ഒന്നും മടുക്കത്തില്ല. അതാണ് ഇവരുടെ പ്രത്യേകത. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിയറ്റ്നാം വളരെയധികം ഇഷ്ടപ്പെടും. ഈ കുട്ടീനെ കണ്ടോ, ഡ്രസ്സ് കാണാൻ എന്ത് പ്രറ്റിയല്ലേ. ഇതുപോലെ സെർവ് ചെയ്യാൻ നിൽക്കുന്ന പിള്ളേരെല്ലാം ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുഡിനെ പറ്റി പിന്നെ പറയാനില്ലല്ലോ, പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ ഡിഷസ് എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം. പാസ്ത, ഫിഷിന്റെ തന്നെ പല വേരിയൻസ്, ചിക്കൻ പല വേരിയൻസ്, സൂപ്സ് പല വേരിയൻസ്, സോസ്, നൂഡിൽസ്, റാമൻ, എല്ലാത്തിൻ്റെയും വേരിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് സാലഡ്സിനും ഡിസേർട്സിനും ഒക്കെ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് തന്നെ ഒരു വലിയ പ്ലേറ്റിംഗ് തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും ഫുഡ് ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുന്നവർ കൂടുതലും കഴിക്കുന്നത് ഞാൻ കണ്ടത് സെൽഫായിട്ട് തന്നെ സൂപ്സും അതുപോലെ തന്നെ ഇവരുടെ കുറെ ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ട്, അത് ആഡ് ചെയ്തിട്ട് നൂഡിൽസ് അതിലോട്ട് ആഡ് ചെയ്ത് അവരുടെ ഓൺ നൂഡിൽസ് അവർ ഉണ്ടാക്കുന്നതാണ് കണ്ടത്. ആൻഡ് ഇത് ഭയങ്കര ഒരു രസമായിട്ട് തോന്നി. ഇത്രയും ഫുഡ് എങ്ങനെ കഴിക്കുക, എല്ലാം കഴിക്കണമെന്നുണ്ട്, അതെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അപ്പൊ നമ്മൾ 2-3 പ്ലേറ്റ്സ് ആയിട്ട് കുറച്ചായിട്ട് എടുത്ത് കഴിച്ചു. നമ്മള് ഞാനെടുത്തിട്ടുണ്ട് പ്ലേറ്റ് മാംഗോ സ്റ്റിക്കി റൈസിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഞാനങ്ങനെ അധികം ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. സോ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്യുന്നത്. ഇവർക്ക് പല ഡിസേർട്ട് ഓപ്ഷൻസും ഉണ്ടായിരുന്നു. ആൻഡ് അതിലൊന്നായിരുന്നു ഇവിടെ ഫ്രഷ് മാംഗോസ് ഉണ്ടായിരുന്നു. സോ ഇൻ ബിറ്റ്വീൻ ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്തു പോകുന്നുണ്ട് കാരണം അത്ര ആളുകളാണ്. സോ അത് ട്രൈ ചെയ്തു. ഇറ്റ് വാസ് സോ ഗുഡ്. പക്ഷെ അതിന്റെ ഹൈപ്പിനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഐഡോണ്ട്. എനിക്ക് പേഴ്സണലി ബാക്കിയുള്ള ഡിസേർട്ട് കമ്പയർ ചെയ്തിട്ട് അത് കഴിക്കുമ്പോൾ അത്രയും അടിപൊളിയായിട്ട് തോന്നിയില്ല. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. അതിനൊരു ടു സ്വീറ്റ് ടേസ്റ്റ് ഒന്നും അല്ല, വെറും റൈസും നമ്മൾ മാംഗോയും കഴിക്കുന്ന ഒരു ഫീലുകൾ. പിന്നെ ഇതിൽ ഒരു കോക്കനട്ട് മിൽക്ക് ഒഴിക്കുന്നുണ്ട്, അതാണ് അതിന്റെ ഫ്ലേവേഴ്സും ടേസ്റ്റും കൂട്ടുന്നത്. ഈ കുട്ടി വന്നിട്ട് റിവ്യൂ ലീവ് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കായിരുന്നു. ഇത് പറ്റിയല്ലേ കാണാൻ വേണ്ടിട്ട്. Static hum invades my veins, marrow. Lights flicker, shadows stretch narrow. Hands move distorted in the blurred pain. Echoes of silence driving me insane. Buzz of machines.
പാട്ടൊക്കെ കേട്ടിട്ട് ഇവിടെ ഒരുപാട് പേര് ഡാൻസ് ഒക്കെ കളിച്ച് നിൽക്കുകയായിരുന്നു. ആൻഡ് ഇവിടെ 2 പേര് പെട്ടെന്ന് കൊണ്ടുവന്നു ഇവരെ ഒരു ഹിഡൻ ഗെയിം പോലെ, എന്താ ഇതിന് പറയാ, ട്രഷർ ഹണ്ട് പോലെ. പക്ഷെ നമ്മൾ അവിടെ അധികം നേരം നിന്നില്ല, നമ്മൾ ഉടനെ തന്നെ ലീവ് ചെയ്തു. ബിക്കോസ് നമുക്ക് ഫ്ലൈറ്റ് ഉടനെ തന്നെ ഉണ്ടായിരുന്നു. സോ ഇവിടെ നിന്ന് നമ്മൾ ടാക്സി എടുത്ത് പോയിട്ട് വേണം ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ വി ലെഫ്റ്റ് ഫ്രം ദയർ. അവിടുന്ന് ഇറങ്ങുമ്പോൾ പുറത്തുള്ള കാഴ്ചകൾ എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തു. നിങ്ങൾ നോക്കൂ, എത്ര ഭംഗിയാണ് ഈ ബിൽഡിങ്സിലൊക്കെ ഈ ലൈറ്റ് ഇട്ട് കാണാൻ വേണ്ടി. ബിൽഡിങ്സ് എന്ന് പറയാൻ പറ്റുമോ, ഇത് എന്ത് ഭംഗിയാണ്, കാസിൽസ് പോലെ ആയിരിക്കുന്ന. നിങ്ങൾ എൻജോയ് ചെയ്യും, നിങ്ങൾ കാണുന്നത് എൻജോയ് ചെയ്യും. ഈ ഏഞ്ചല് നോക്കിയേ, എനിക്ക് ബാനാ ഹിൽസ് മോർണിംഗിനെ കണ്ടതിനേക്കാളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് രാത്രി കണ്ടപ്പോഴാണ്. നിങ്ങൾ നോക്കിയേ, എനിക്കൊരു ഫെയറി ടെയില് പോലെയാണ് കേട്ടോ തോന്നിയത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് കേബിൾ കാർ എടുത്ത് വീണ്ടും പോവാണ്. രാത്രിയായി, നിങ്ങൾക്ക് കാണാമല്ലോ. പക്ഷെ ഇത്രയും പൊക്കത്തിൽ നിന്ന് നമ്മൾ താഴോട്ട് പോകുമ്പോഴുള്ള ഫീലിങ്, ലൈറ്റ്സ് ഒക്കെ നോക്കിയേ, എന്താ ഭംഗി. ഇവിടെയാണോ നമ്മൾ നിന്നാന്നൊക്കെ തോന്നിപ്പോയി. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. ഈ കാണുന്നതൊക്കെ എന്ത് ചെറുതാണ്, അതിനുള്ളിൽ എത്ര വലുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അവിടെ ഉള്ളതിന്റെ ഒരു പകുതി പോലും ക്യാപ്ചർ ചെയ്ത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും വിയറ്റ്നാം വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാനാ ഹിൽസ് പോകണം ഉറപ്പായിട്ടും. എൻ്റെ ഫോണിന്റെ ചാർജ് നന്നായിട്ട് ഡ്രെയിൻ ആയി. അത് കാരണം ഇനി അങ്ങോട്ട് വീഡിയോസ് അധികം എടുക്കാൻ പറ്റില്ല. സോ ഇവിടെ നമ്മൾ ക്യാബ് എടുത്തിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എയർപോർട്ടിൽ വെച്ച് കാണാം. നമ്മൾ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ നേരെ ഹണിക്കാണ് പോകുന്നത്. നമ്മുടെ ഹോട്ടലിൻ്റെ സ്റ്റേ നോയില സെൻട്രൽ. പ്ലാൻഡൊന്നും അല്ലാണ്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ മാത്രം ജസ്റ്റ് ഒരു സെപ്പറേറ്റ് നോക്കിയിട്ട് ഇവിടെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ടല്ലോ, അത് മാത്രമേ എനിക്കും ഇൻ ഫ്യൂച്ചർ വിയറ്റ്നാം വരാൻ പ്ലാൻ ഉണ്ട്. ആൻഡ് ബാനാ ഹിൽസ് ഓഫ് കോഴ്സ് എല്ലാ ഏജൻസിക്കാരും ഒക്കെ കൊണ്ടുപോകുന്നതാണെന്ന് തോന്നുന്നു. നമ്മൾ ബാനാ ഹിൽസ് അല്ലായിരുന്നു നമുക്ക് പ്ലാനിൽ ചെയ്യുന്നില്ല, നമ്മൾ ഒഴിവാക്കിയ സാധനമാണ്. പക്ഷേ ഇന്നത്തെ ഡേ കുറച്ചുകൂടെ നമുക്ക് നമ്മൾ വണ്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുറച്ചുകൂടെ റിലാക്സ് ചെയ്യാനുള്ള ടൈം കിട്ടിയത് കൊണ്ടും അത്യാവശ്യം നല്ല സമയം ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ ബാനാ ഹിൽസ് പ്ലാൻ ചെയ്ത്. ഇവിടെ അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാനുണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരും 1 ഡേക്കൊക്കെയാണ് ധനാങ്ങ വരാറ്. നമ്മൾ 2 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇറ്റ് വാസ് ഓസം. ആൻഡ് ബാനാ ഹിൽസ് ഇസ് എ മസ്റ്റ് വിസിറ്റ്. എല്ലാവരും കാണിക്കുന്ന ആ ഗോൾഡൻ ബ്രിഡ്ജ് മാത്രമാണ്. ആൻഡ് ഐ വാസ് ലൈക്ക് നമ്മളും ഗോൾഡൻ ബ്രിഡ്ജ് മാത്രമാണ്, ഹാൻഡ് ബ്രിഡ്ജ് മാത്രം എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത്. Passengers on this flight, please board through gate 3 immediately. Thank you. ഓക്കെ, ഇത് നമ്മുടെ ഫ്ലൈറ്റ് അല്ല കേട്ടോ. നിറയെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ഹനോയ്, ഹോച്ചിമിൻ സിറ്റി, അങ്ങനെ വേറെ ഒരു പ്ലേസ് ഉണ്ട്. അവിടെ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഫുള്ള് പോകണം. ഇനി നമ്മൾ നെക്സ്റ്റ് 2 ഡേയ്സ് നമ്മൾ ഹനോയിലാണ് സ്പെൻഡ് ചെയ്യണം. നമ്മൾ വരുന്ന സ്ഥലം നമുക്ക് വൃത്തിക്ക് കാണാൻ പറ്റണം എന്നുള്ള ഒരു ഇതിലാണ് വന്നത്. അല്ലാണ്ട് എല്ലായിടും ഇങ്ങനെ ഓടി എത്താനുള്ള ഒരിതല്ല, എൻജോയ് ചെയ്യണമല്ലോ. ഇവിടുത്തെ ഫുഡ് എടുത്ത് പറയണം. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഓ മൈ ഗോഡ്, ഇവരുടെ ഫുഡൊന്നും രക്ഷയില്ല കേട്ടോ. വെറൈറ്റി ഫുഡ്സ്, പല ഡിഫറെൻറ്റ് ഫുഡ്.
സോ ഇതെല്ലാം ഒരു 1000-ന്റെ പാക്കേജിൽ വന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ആൻഡ് പീപ്പിൾ ആർ സോ ഗുഡ്, സോ നൈസ്, വെരി പൊളൈറ്റ്. ഇവരെല്ലാവരും നല്ലൊരു സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ സൊസൈറ്റിയും കൂടെ ഉണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ എവിടെ പോയാലും അതേ നല്ല സ്വഭാവം. നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ ടൈമായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. So stay tuned for next part of our Vietnam journey. 320 Neo, flights